2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ താരങ്ങൾ പോരാട്ടത്തിന്റെ 5ാം ദിനവും കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ 4 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചത് 2 വെങ്കല മെഡലുകളാണ്. ഷൂട്ടിംഗിൽ മനു ഭാക്കറിന്റെ വ്യക്തിഗതവും മിക്സഡ് ഡബിൾസുമായിരുന്നു ഈ മെഡലുകൾ നേടിത്തന്നത്. ഇതോടെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഒരു എഡിഷനിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടത്തിലും മനു ഭാക്കർ എത്തിയിരിക്കുകയാണ്. ഇതോടെ ഒളിമ്പിക് ചരിത്രത്തിൽ ഒരു എഡിഷനിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടത്തിലും മനു ഭാക്കർ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഒളിമ്പിക് ചരിത്രത്തിൽ 2 മെഡലുള്ള രണ്ടാമത്തെ ഇന്ത്യൻ വനിതയുമായി മനു ഭാക്കർ മാറിയിട്ടുണ്ട്. ബാഡ്മിന്റൺ സൂപ്പർ താരം PV സിന്ധു മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ 2 മെഡൽ ഒളിമ്പിക് വേദിയിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 2016 റിയോ ഒളിമ്പിക്സിലെ വെള്ളിയും 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കലവുമാണ് PV സിന്ധുവിന്റെ പേരിലുള്ളത്. 2 വെങ്കലവുമായി ഇന്ത്യ നിലവിൽ 33ാം സ്ഥാനത്താണ്. മെഡൽ നേട്ടത്തിൽ 1ാം സ്ഥാനത്ത് ജപ്പാനാണ്. 7 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം എന്നിങ്ങനെ 13 മെഡലുകളാണ് ജപ്പാനുള്ളത്. മെഡൽ നേട്ടം 2 അക്കത്തിൽ എത്തിക്കുക എന്നതാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ചരിത്രത്തിലും ഇതുവരെ ഒരു എഡിഷനിലും ഇന്ത്യക്ക് മെഡൽ നേട്ടം 2 അക്കത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 7 മെഡൽ നേടിയതാണ് ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനം. പാരീസ് ഒളിമ്പിക്സിന്റെ 5ാം ദിനം മണിക ബത്ര, ദീപിക കുമാരി, ലോവ്ലിന ബൊർഗോഹെയ്ൻ, PV സിന്ധു തുടങ്ങിയവർ പോരാട്ട രംഗത്തുണ്ട്. വനിതാ സിംഗിൾസ് ബാഡ്മിന്റണിൽ PV സിന്ധു എസ്റ്റോണിയയുടെ ക്രിസ്റ്റിൻ ക്രൂബയെ നേരിടും. ആദ്യ മത്സരത്തിൽ PV സിന്ധു നേരിട്ടുള്ള ഗെയിമിന് മാൽദ്വീപിന്റെ ഫാത്തിമ നബാഹ അബ്ദുൾ റസാഖിനെ തോൽപ്പിച്ചിരുന്നു. 21-9, 21-6 എന്നതായിരുന്നു സ്കോർ. പുരുഷ വിഭാഗം സ്കൾസ് തുഴച്ചിൽ ഇന്ത്യയുടെ ബൽരാജ് പൻവർ ഇറങ്ങും. ക്വാർട്ടർ ഫൈനൽ 4ലാണ് ബൽരാജ് പൻവർ തുഴയെറിയുക. പുരുഷ സിംഗിൾസ് ബാഡ്മിന്റണിൽ തുടർച്ചയായ 3ാം ജയം പ്രതീക്ഷിച്ച ലക്ഷ്യ സെൻ കോർട്ടിലെത്തും. ഇന്തോനേഷ്യയുടെ ജൊനാഥൻ ക്രിസ്റ്റ്ലിയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ലക്ഷ്യ സെന്നിന്റെ അടുത്ത എതിരാളി. ആദ്യ മത്സരത്തിൽ ബെൽജിയത്തിന്റെ ജൂലിയൻ കരാഗിയെ 21-19, 21-14 രണ്ടാം മത്സരത്തിൽ ഗ്വാട്ടിമാലയുടെ കെവിൻ കോർഡോണിനെ 21-8, 22-20 ലക്ഷ്യ സെൻ കീഴടക്കിയിരുന്നു. പുരുഷ വിഭാഗം ഷൂട്ടിംഗ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ യോഗ്യതാ റൗണ്ടിൽ ഐശ്വരി പ്രതാപ് തോമറും ഇറങ്ങും. വനിതാ ഷൂട്ടിംഗ് ട്രാപ്പിനത്തിൽ ഇന്ത്യയുടെ ശ്രേയസി സിംഗ്, രാജേശ്വരി കുമാരി എന്നിവരും പോരാട്ട രംഗത്തുണ്ട്. ടേബിൾ ടെന്നീസിൽ ഇന്ത്യക്ക് നിർണായകമായ പോരാട്ടങ്ങളുണ്ട്. വനിതാ സിംഗിൾസ് 3ാം റൗണ്ടിൽ ഇന്ത്യയുടെ ശ്രീജ അകുല ഇറങ്ങും. സിംഗപ്പൂരിന്റെ സെങ്ജിലിനാണ് ശ്രീജ അകുലയുടെ എതിരാളി. വ്യക്തിഗത അശ്വാഭ്യാസത്തിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ അനുഷ് അഗർവല്ല മത്സരിക്കാനിറങ്ങുന്നുണ്ട്. വനിതാ മിഡിൽ വെയ്റ്റ് ബോക്സിംഗ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യയുടെ ലോവ്ലിന ബൊർഗോഹെയ്നും, വനിതാ അമ്പെയ്ത്ത് വ്യക്തിഗത വിഭാഗത്തിൽ ദീപിക കുമാരിയും, വനിതാ ടേബിൾ ടെന്നീസ് പ്രീ ക്വാർട്ടറിൽ മണിക ബത്രയും ഇന്ത്യക്കായി പോരാട്ട രംഗത്തുണ്ട്.